പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ഈ 7-ാം മാസത്തിൻ്റെ 20-ാമത്തെ പ്രഭാതത്തിലും വിശുദ്ധ ആരാധനയുടെ നടുവിലും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്തോത്ര ഹൃദയത്തിൻ്റെ ആഴമേറിയ വന്ദനത്തെയും സ്നേഹത്തെയും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലാം. 45-ാം സങ്കീർത്തനക്കാരൻ പ്രകാരം പാടുന്നു: നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദോഷിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. പാപവും ദുഷ്ടതയും തിന്മയും കൊണ്ട് നിറയപ്പെട്ട ഒരു ലോകത്തിലാണ് ദൈവമക്കൾ ജീവിക്കുന്നത്. പുതിയ രൂപത്തിലും ഭാവത്തിലും ദുഷ്ടതകൾ ഭൂമിയിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു. നാൾതോറും നേരായി ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ലോകം യാതൊരു വിധത്തിലും യോഗ്യമല്ല. ദുഷ്ടത ചെയ്യാതെ തന്നെത്താൻ സൂക്ഷിക്കുന്നവൻ ആയിരിക്കും ഒരു ദൈവപൈതൽ. എല്ലാ വല്ല വിധേനയും സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചെറിയൊരു കൂട്ടം വിശ്വാസികള് എല്ലായിടത്തും നമുക്ക് കാണുവാൻ കഴിയും. അതിനായി അവർ പരമാവധി പാപം ചെയ്യാതെ തങ്ങളെ തന്നെ സൂക്ഷിക്കുകയും ഉപവാസങ്ങളിലും പ്രാർത്ഥനകളിലും ആരാധനകളിലും ദൈവത്തോട് നാൾതോറും അടുക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ പറഞ്ഞതൊക്കെ നല്ലത് തന്നെയാണെങ്കിലും ഒരു ശരാശരി വിശ്വാസിയായി ജീവിക്കുവാനാണോ ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് എന്ന് ഈ പ്രഭാതം നാം പരിശോധിക്കണം. ദൈവം ഒരാളെ തൻ്റെ കൃപയിലേക്ക് വിളിക്കുമ്പോൾ അദ്ദേഹം തിന്മയും ദുഷ്ടതയും ഉപേക്ഷിക്കണമെന്നത് നിർബന്ധമാണ്. എന്നാൽ പാപം വിട്ടതുകൊണ്ട് മാത്രമാകുന്നില്ല. പ്രസ്തുത ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ നാം വെളിപ്പെടണം. നാം ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ ജീവിക്കണം. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിരിക്കണമെന്നാണ് വേദപുസ്തകം ആദ്യം മുതൽ അവസാനം വരെയും നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ യേശു കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത് നാം മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം എന്നുള്ള ആഹ്വാനമാണ്. തിന്മയും ദുഷ്ടതയും വെറുത്താൽ മാത്രം പോരാ, നന്മയും നീതിയും പ്രവർത്തിക്കുകയും വേണം എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒത്തിരി ഭാഗങ്ങളുണ്ട്. താൻ ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല, അവനവൻ്റെ കാര്യങ്ങൾ നോക്കി ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ട്. അനേകർ ജീവിക്കുന്നു. ദൈവം മനുഷ്യനെ ഒരു മന്ദിരമല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനുഷ്യൻ ദൈവത്തിന് പാർക്കുവാനുള്ള വീടായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യ ഹൃദയത്തിൽ എപ്പോഴും ആരെങ്കിലും വാസം ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നുകിൽ ദൈവത്തിൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ ദുരാത്മാവ്, ദുഷ്ടാത്മാവ് വസിക്കുന്ന ഒരു വ്യക്തിക്ക് ആരെയും സഹായിക്കുവാനോ ആരെയും ആരുടെ കഷ്ടത കണ്ട് മനസ്സലിവും അവനുണ്ടാകത്തില്ല. യാക്കോബിൻ്റെ 11-ാമത്തെ പുത്രനാണ് യോസഫ്. ദുഷ്ടതയെ വെറുത്ത് നീതിയെ പിന്തുടർന്ന് യോസഫ് ആദ്യം ജയിലറയിൽ കിടക്കേണ്ടി വന്നെങ്കിലും പിന്നീട് കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് ദൈവം അവനെ അഭിഷേകം ചെയ്തു. ആമേൻ. കൂടാതെ മൂത്തവന് ലഭിക്കേണ്ട പദവിയും ഓഹരിയും യാക്കോബ് യോസഫിന് കൊടുക്കുകയും ചെയ്തു. ആകയാൽ തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുവാൻ നമുക്കും ഇടയാകട്ടെ. യഹൂദന്മാർ പൊതുവെ വെറുക്കുന്ന ഒരു കൂട്ടരാണ് ചുങ്കക്കാർ. എന്നാൽ ചുങ്കക്കാരനായ സഖായി യേശുവിനെ ഒന്ന് കാണുവാൻ മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ. തൻ്റെ ആഗ്രഹത്തിൽ കാട്ടത്തിമേൽ കയറിയിരുന്നു യേശുവിനെ കാണുവാൻ. എന്നാൽ യേശു തൻ്റെ വീട്ടിൽ പാർക്കുവാൻ വരുന്നു എന്നുള്ള സന്തോഷത്താൽ താൻ തിരിഞ്ഞു നിന്ന് അതുവരെ താൻ ചെയ്ത എല്ലാ പാപത്തിനും പരിഹാരം വരുത്തുവാൻ ഉള്ള തീരുമാനങ്ങൾ യേശുവിനെ അറിയിച്ചു. എന്നാൽ പലരും ഇവിടം കൊണ്ട് അവസാനിക്കുമ്പോൾ സഖായിയെ പോലെയുള്ള തനിക്കുള്ളത് കൊണ്ട് എല്ലാവരെയും സഹായിക്കുകയെന്ന് നീതിയുടെ മാർഗം താൻ പിന്തുടരുവാനിടയായി. സഖായി അങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ അനേകരും ഇന്നും ഓർക്കുന്നതും പ്രസംഗിക്കുന്നതും. ആകയാൽ പ്രിയ ദൈവവേദിലെ നാമും തിന്മ വെറുക്കുകയും നന്മ തിരഞ്ഞെടുക്കുകയും ചെയ്യണം. മനുഷ്യരുടെ നീതി മനുഷ്യരെ പ്രീതിപ്പെടുത്തുന്ന ക്രിസ്തീയ ജീവിതം നയിക്കാതെ നന്മയെ അന്വേഷിക്കുന്നവരും നീതി പ്രവർത്തിക്കുന്നവരുമായി തീരുവാൻ ഈ പ്രഭാതം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം.
ഹല്ലേലൂയ. ആമേ സമ്പന്നരെ സഹായിക്കുവാൻ, സമ്പന്നരെ ഓർക്കുവാൻ, അവർക്ക് വീണ്ടും വീണ്ടും അനവധി നന്മകൾ ചെയ്യുവാൻ, ഗിഫ്റ്റുകൾ കൊടുക്കുവാൻ ഒക്കെ ആഗ്രഹിക്കുമ്പോൾ ദരിദ്രനായി എത്രയോ ദൈവദാസന്മാർ ഈ ഭൂമിയിൽ കഷ്ടത അനുഭവിക്കുന്നു. എത്രയോ ശുശ്രൂഷകർ നല്ല ഭവനമില്ലാതെ, വാഹനമില്ലാതെ, നല്ല സ്തോത്രം ആരോഗ്യമില്ലാതെ എത്രയെത്ര ദൈവദാസന്മാർ കഷ്ടത അനുഭവിക്കുന്നു. ആ കഷ്ടത അനുഭവിക്കുന്ന ദൈവദാസന്മാരെ ഇന്ന് പകൽക്കാലം ഒന്ന് നമുക്ക് ഓർക്കാമോ? അവരെ ഒന്ന് കൈത്താങ്ങാമോ? ഇന്ന് നമ്മുടെ കണ്ണുകൾ ദിവസം ഇടയ്ക്കാം. നീതി പ്രവർത്തി ചെയ്യുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കും. യേശു ക്രിസ്തു നീതി പ്രവർത്തി ചെയ്തതുപോലെ നമുക്കും ചെയ്യുവാൻ ഇടയാകട്ടെ. ഈ പ്രഭാതം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദോഷിക്കുന്നു. അതുകൊണ്ട് നിന്റെ ദൈവം തന്നെയെന്ന് ജാതികൾ പറയേണ്ടതിനായി നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദത്തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് അനേകർ കർത്താവ് ദൈവ കുഞ്ഞുങ്ങളെ നോക്കി, ദൈവദാസന്മാരെ നോക്കി, ദൈവമക്കളെ നോക്കി പറയേണ്ടതിനായി പരിശുദ്ധാത്മാവ് ഈ പ്രഭാതം അങ്ങയുടെ കർത്താവ് ദാസിദാസന്മാരെ ആദരിക്കണമേ, അനുഗ്രഹിക്കണം. ഈ പ്രഭാതം എല്ലാ നന്മകളാൽ നിറയ്ക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം. എല്ലാവിധ നന്മകളാൽ നിറയ്ക്കണം, മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.